സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലെ ഡിസൈനിൽ വരുന്ന ഒരു ഭാഗമാണ് യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ. അതിനകത്ത് വരുന്ന കുറച്ച് ഇൻ്റർഫേസ് ടൈപ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ആദ്യം മോഡ്ലെസ് ബേസ്ഡ് ഇൻ്റർഫേസ് എന്താണെന്ന് നോക്കാം. ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഗം നോക്കി ചില കമാൻഡുകൾ മാത്രം കൊടുക്കുന്നു, മറ്റു ചില കമാൻഡുകൾ കൊടുക്കാത്ത ഒരവസ്ഥ. അതാണ് മോഡ് ബേസ്ഡ് ഇൻ്റർഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയറിനകത്ത് വരുന്ന എല്ലാ കമാൻഡ്സിനെയും ലിസ്റ്റ് ചെയ്ത് അതിൽ നിന്നും യൂസർ അപ്പോൾ ഏത് സ്റ്റേറ്റിലാണോ നിൽക്കുന്നത് ആ സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ ഉപയോഗിക്കുന്ന കമാൻഡ് മാത്രം കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് മോഡ് ബേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യൂസർ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്, അദ്ദേഹം ഇപ്പോൾ ചെയ്തിട്ടുള്ള കമാൻഡ് എന്താണ്, അത് നോക്കിയിട്ടായിരിക്കും നിലവിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കമാൻഡുകൾ കൊടുക്കുന്നത്. അതായത് മൊത്തം കമാൻഡ്സിൻ്റെ ഒരു സബ്സെറ്റ് മാത്രമാണ് ഒരു സമയം ഒരു യൂസർക്ക് സോഫ്റ്റ്വെയറുമായി ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. അതേസമയം മോഡ്ലെസ് ഇൻ്റർഫേസ് ആണെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ കൊടുക്കുന്ന എല്ലാ കമാൻഡ്സും ഏത് സമയവും ആ യൂസർക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് മോഡ്ലെസ് ഇൻ്റർഫേസിനെ സിംഗിൾ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ യൂസർ ഏത് പൊസിഷനിലായാലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായാലും സോഫ്റ്റ്വെയറിൻ്റെ എന്ത് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഏത് സമയത്തും എല്ലാ കമാൻഡും അവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. അതേസമയം മോഡ് ബേസ്ഡ് ആണെങ്കിൽ യൂസറിൻ്റെ പൊസിഷൻ നോക്കി യൂസറിന് ഏത് മോഡിലാണ്, ഏത് ആക്ടിവിറ്റിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യം നോക്കിയിട്ട് മാത്രം അതിനകത്തുനിന്ന് കുറച്ച് കമാൻഡ്സ് മാത്രമേ അപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത് മാത്രം കൊടുക്കുന്ന ഒരു ഇൻ്റർഫേസിനാണ് മോഡ് ബേസ്ഡ് എന്ന് പറയുന്നത്. മോഡ് ബേസ്ഡ് നമുക്ക് വേറെ രീതിയിൽ അവതരിപ്പിക്കാനും കഴിയും. ഒരു സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രം വഴി കാണിക്കാനും കഴിയും. അപ്പോൾ സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രത്തിനകത്ത് ഒരു മോഡിൽ നിന്നും ഒരു കമാൻഡ് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക പൊസിഷനിലോട്ട് മൂവ് ചെയ്യുന്നു. അതിൽ നിന്നും ഏതൊക്കെ കമാൻഡ് അപ്പോൾ പ്രവർത്തിക്കാൻ കഴിയും അതവിടെ വരച്ച് കാണിക്കാൻ കഴിയും. അങ്ങനെ ഓരോ സ്റ്റേറ്റും ഇങ്ങനെ വരച്ച് കാണിക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ ഒരു സോഫ്റ്റ്വെയറിൻ്റെ എല്ലാ പൊസിഷനും അല്ലെങ്കിൽ എല്ലാ സാഹചര്യവും അവിടെ നമുക്ക് സ്റ്റേറ്റ് ട്രാൻസിഷൻ വഴി കൊടുക്കാൻ കഴിയും. അപ്പോൾ അതിനകത്ത് എല്ലാ കമാൻഡ്സും നമുക്ക് കൊടുത്തുകൊണ്ട് സോഫ്റ്റ്വെയറിനെ കുറിച്ചൊരു ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കാൻ കഴിയുന്നു. ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസും ടെക്സ്റ്റ് ബേസ്ഡ് യൂസർ ഇൻ്റർഫേസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഇതാണ് ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ വിൻഡോസ് പോസിബിൾ ആണ്. ഒരേ സമയത്ത് തന്നെ ഒന്നിലധികം സ്ക്രീൻസ് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ കഴിയും. അതാണ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം. ടെക്സ്റ്റ് ബേസ് ഇൻ്റർഫേസിന് കഴിയാത്ത ഒന്നാണ് ഇത്. ടെക്സ്റ്റ് ബേസ് നിങ്ങൾ കണ്ടിരിക്കും. ഇതാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ ടെക്സ്റ്റ് ഇൻ്റർഫേസ്. ഇവിടെ നമുക്കൊരു യൂസർ ഇൻ്റർഫേസ് കാണാൻ കഴിയും. ഇവിടെ കമാൻഡ് ടൈപ്പ് ചെയ്തുകൊണ്ട് വിൻഡോസിലെ എല്ലാ ഓപ്പറേഷൻസും ഇവിടെ ചെയ്യാൻ കഴിയും. എന്നാൽ നമ്മളെല്ലാം ഉപയോഗിക്കുന്നത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആയിരിക്കും. വളരെ അത്യാവശ്യം ഉള്ള ഘട്ടങ്ങളിൽ മാത്രമേ നമ്മൾ കമാൻഡ് ഇൻ്റർഫേസിലോട്ട് പോകുന്നുള്ളൂ. പണ്ട് കാലങ്ങളിൽ കൂടുതൽ കമാൻഡ് ഇൻ്റർഫേസ് ആയിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെയൊരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്നൊരു ആശയം മുന്നോട്ട് വരികയും ഇന്ന് അത് എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും അത് അവരുടെ
സിസ്റ്റത്തിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്തതും അങ്ങനെയാണ്. ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിനകത്ത് ഐക്കോൺസ് കാണാവുന്നതാണ്. ഇതിൽ നമുക്ക് ഐക്കോൺ ലിസ്റ്റ് ചെയ്യാൻ കഴിയും. ഒരു ഇമേജ് പോലെ അവിടെ പ്രദർശിപ്പിക്കുകയും ആ ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുകയുമാണ് ഐക്കോൺസ് വഴി സംഭവിക്കുന്നത്. അപ്പോൾ സിംബോളിക്കായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് വളരെ എളുപ്പത്തിൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിനകത്ത് കാണിക്കാവുന്നതാണ്. കൂടാതെ ഒരു ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്യുന്നു, അതുപോലെ ഫയൽ അതിനെ എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഒരു ഫയൽ ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഇതെല്ലാം യൂസറെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ്. ഇതെല്ലാം നമുക്ക് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിനകത്ത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിനകത്ത് വളരെ ആകർഷകമായ, വളരെ എളുപ്പത്തിൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ യൂസറിന് ചെയ്യാവുന്നതായിട്ടുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. മെനു, സബ് മെനു, അതേപോലെ പല ഇമേജസും ഉണ്ട്. അതേപോലെ മൗസ്, ലൈറ്റ് പെൻ പോലെയുള്ള പോയിൻറ്റിംഗ് ഡിവൈസസ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിനകത്താണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ, വളരെ വേഗത്തിൽ നമുക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിനകത്ത് കഴിയുകയുള്ളൂ. എന്നാൽ അതിന് നല്ലൊരു സ്ക്രീൻ വേണം, ഡിസ്പ്ലേ സ്ക്രീൻ വേണം. കാരണം ഗ്രാഫിക്കൽ എലമെൻറ്റ്സ് അവിടെ ഡിസ്പ്ലേ ചെയ്യണം. അതുകൊണ്ട് തന്നെ അവിടെ ചിലവ് കുറച്ച് കൂടുതലാണ് ഡിസ്പ്ലേ സ്ക്രീനിന്. കൂടാതെ ഇൻപുട്ട് ഡിവൈസസ് കുറേ അധികം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. മൗസ്, ലൈറ്റ് പെൻ, മറ്റു ഇൻപുട്ട് കമ്പോണൻസും ഡിവൈസസും നമുക്കിവിടെ ഉപയോഗിക്കാൻ കഴിയും. അതിൻ്റെയും ചിലവ് കൂടുതലാണ്. എന്നാൽ നമുക്ക് എല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. അതാണ് അതിൻ്റെ പോസിറ്റീവ് സൈഡ്. ഇനി ടെക്സ്റ്റ് ബേസ്ഡോട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം, വളരെ ചിലവ് കുറഞ്ഞ ആൽഫ ന്യൂമറിക് മാത്രം ഡിസ്പ്ലേ ചെയ്യുന്ന ടെർമിനൽ മാത്രം മതിയാകും അവിടെ. കാരണം നമുക്ക് കുറച്ച് ഡിജിറ്റ്സോ അല്ലെങ്കിൽ ലെറ്റേഴ്സോ മാത്രം ഡിസ്പ്ലേ ചെയ്താൽ മതിയാകും. അതുകൊണ്ട് നമുക്ക് ഹൈ റെസൊല്യൂഷൻ ഡിസ്പ്ലേ വേണ്ട. കുറേയധികം കാലം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്ക്രീൻ നമുക്കവിടെ എടുക്കാൻ കഴിയും. അതാണ് ടെക്സ്റ്റ് ബേസ് കൊണ്ടുള്ള ഒരു ഉപയോഗം. അപ്പോൾ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച്, നമുക്ക് ബഡ്ജറ്റിനനുസരിച്ച് ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസോ ടെക്സ്റ്റ് ബേസ് യൂസർ ഇൻ്റർഫേസോ ഉപയോഗിക്കാവുന്നതാണ്. ഒരു സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചും പുതിയ രീതിയിലുള്ള സോഫ്റ്റ്വെയർ ആണെങ്കിൽ തീർച്ചയായും ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് തന്നെ നമുക്ക് യൂസർ ഇൻ്റർഫേസ് സ്ക്രീനിനകത്ത് കൊടുക്കേണ്ടി വരും. അതേസമയം ചില പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിന് മാത്രമേ ടെക്സ്റ്റ് ബേസ്ഡ് യൂസർ ഇൻ്റർഫേസ് കൊടുക്കാൻ കഴിയുകയുള്ളൂ. പിന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് വേണമെങ്കിൽ, ഒരു ഭാഗം വേണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള യൂസർ ഇൻ്റർഫേസ് കൊടുക്കാവുന്നതാണ്. എന്നാൽ പുതിയ സോഫ്റ്റ്വെയറിലെല്ലാം തന്നെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. മൂന്ന് തരത്തിലുള്ള യൂസർ ഇൻ്റർഫേസുകളുണ്ട്. ഒന്നാമത്തേത് കമാൻഡ് ലാംഗ്വേജ് ബേസ്ഡ് ഇൻ്റർഫേസ്, രണ്ടാമത്തേത് മെനു ബേസ്ഡ് ഇൻ്റർഫേസ്, മൂന്നാമത്തേത് ഡയറക്റ്റ് മാനിപ്പുലേഷൻ ഇൻ്റർഫേസസ്. അപ്പോൾ ഈ മൂന്ന് ഇൻ്റർഫേസും, മൂന്ന് UI നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യമായി കമാൻഡ് ലാംഗ്വേജ് ബേസ്ഡ് ഇൻ്റർഫേസ് എന്താണെന്ന് നോക്കാം. ഒരു കമാൻഡ് ലാംഗ്വേജ് ബേസ്ഡ് ഇൻ്റർഫേസിനകത്ത് യൂസറിന് ആവശ്യമുള്ള കമാൻഡ് അടിക്കാനായി ഒരു ഭാഗമുണ്ടാകും. യൂസർ ആവശ്യമായ കമാൻഡ് ടൈപ്പ് ചെയ്യുന്നു. അത് യൂസറിൻ്റെ
റിക്വയർമെൻറ്റ്സ് അനുസരിച്ചായിരിക്കും ഇൻ്റർഫേസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിലവിലുള്ള കമാൻഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇൻപുട്ടായി കൊടുത്തുകൊണ്ട് കമ്പ്യൂട്ടറിനകത്തുള്ള എല്ലാ ഓപ്പറേഷൻസും ചെയ്യാൻ കഴിയുന്നു. സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോഴും യൂസർ ഇൻ്റർഫേസ് ചിലപ്പോൾ CL ബേസ്ഡ് ഇൻ്റർഫേസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ മിനിമം കമാൻഡ്സ് അവിടെ ചിലപ്പോൾ കോഡ് ഉണ്ടാവും. കോഡ് കൊടുത്തുകൊണ്ട് നമുക്ക് ആ കമാൻഡ്സ് ഇഷ്യൂ ചെയ്യാവുന്നതാണ്, എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. സാധാരണ കുറച്ച് കമാൻഡ്സാണ് CLIക്കകത്ത് വരുന്നത്. എന്നാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ കോംപ്ലക്സ് കമാൻഡ്സ് വളരെ മികച്ച രീതിയിൽ ഒരു CL ബേസ്ഡ് ഇൻ്റർഫേസിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയും. ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ ഇതുവഴി കഴിയുന്നതാണ്. അപ്പോൾ നല്ല ഡിസൈനാണ് CLI ബേസ്ഡ് ഇൻ്റർഫേസിന് വേണ്ടത്. അപ്പോൾ എല്ലാ കമാൻഡ്സിനും ഓരോ ചുരുക്ക കമാൻഡ് കൊടുത്തുകൊണ്ട് ആ കുറച്ച് കമാൻഡ്സ് മാത്രം ഓർമ്മ വെച്ചുകൊണ്ട് യൂസറിന് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ കഴിയുന്നു. ഒരു വിലക്കുറഞ്ഞ ആൽഫ ന്യൂമറിക് ടെർമിനൽ, നമുക്ക് ഡിജിറ്റ്സും ലെറ്റേഴ്സും മാത്രം ടൈപ്പ് ചെയ്യാവുന്ന ടെർമിനൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു കമാൻഡ് ലാംഗ്വേജ് ഇൻ്റർഫേസ് ടെർമിനൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും. സാധാരണ മെനു ബേസ്ഡോ അല്ലെങ്കിൽ ഡയറക്റ്റ് മാനിപ്പുലേഷൻ ഇൻ്റർഫേസ് പോലെയുള്ള ഇൻ്റർഫേസിന് വേണ്ടി വരുന്ന ചിലവ് ഇവിടെ വേണ്ടി വരുന്നില്ല. ഒരു കമാൻഡ് ലാംഗ്വേജ് ഇൻ്റർഫേസ് ഉണ്ടാക്കാൻ നമുക്ക് കമ്പൈലർ റൈറ്റിംഗ് ടൂൾസ് ഉണ്ട്. ലെക്സ്, യാക്ക് പോലുള്ള ടൂൾസ് നമുക്കിവിടെ ഒരു കമാൻഡ് ലാംഗ്വേജ് ഇൻ്റർഫേസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. കമ്പാരിറ്റീവ്ലി മറ്റു രണ്ട് വിഭാഗങ്ങൾ, മെനു ബേസ്ഡ് ഡയറക്റ്റ് മാനിപ്പുലേഷൻ ഇൻ്റർഫേസിനെക്കാട്ടും കുറച്ചുകൂടി പഠിക്കാനായിട്ട് ഇത് സമയം എടുക്കും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. കൂടാതെ മറ്റുള്ള ഇൻ്റർഫേസിനെക്കാട്ടും കൂടുതൽ കമാൻഡ്സ് ഇവിടെ മെമ്മറൈസ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം ഇതിൻ്റെ ഒരു പോരായ്മയാണ്. കൂടാതെ യൂസർ തന്നെ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു കമാൻഡ് ടൈപ്പ് ചെയ്യുന്നു, അതിനകത്തൊരു ഡിജിറ്റൽ ലെറ്റർ വിട്ടുപോയി, അപ്പോൾ അതൊരു എററായിട്ടാണ് കാണിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള എറേഴ്സ് വരാൻ സാധ്യത കൂടുതലാണ്. അതേസമയം മെനുവോ ഡയറക്റ്റ് മാനിപ്പുലേഷൻ ഇൻ്റർഫേസ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള എറേഴ്സ് അവിടെ ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈപ്പിംഗ് എറേഴ്സ് ഇവിടെ കൂടുതലായിരിക്കും. കൂടാതെ ഇൻട്രാക്ഷൻ കീബോർഡ് വഴിയാണ്. അപ്പോൾ അത് ചിലപ്പോൾ യൂസേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കും. നമുക്ക് മൗസ് പോലെയുള്ള ഇൻപുട്ട് ഡിവൈസ് ഇവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത യൂസേഴ്സ് ആണെങ്കിൽ, കമ്പ്യൂട്ടറുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരാണെങ്കിൽ യൂസേഴ്സ് എങ്കിൽ കമാൻഡ് ലാംഗ്വേജ് ബേസ്ഡ് ഇൻ്റർഫേസ് അവിടെ അവർക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ്ഡോ അല്ലെങ്കിൽ മീഡിയം എക്സ്പീരിയൻസ്ഡോ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ബുദ്ധിമുട്ടാണ്. കൂടുതൽ എക്സ്പെർട്ട് യൂസേഴ്സിനാണ് സാധാരണ കമാൻഡ് ലാംഗ്വേജ് ഇൻ്റർഫേസ് കൊടുക്കാറുള്ളത്. ഇനി എങ്ങനെയാണ് ഒരു കമാൻഡ് ലാംഗ്വേജ് ഇൻ്റർഫേസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അത് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. CLI അല്ലെങ്കിൽ CLI ബേസ്ഡ് ഇൻ്റർഫേസ് ഡിസൈനർ ഉണ്ടാക്കുമ്പോൾ അവിടെ എത്ര കമാൻഡ്സാണ് സോഫ്റ്റ്വെയറിന് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് ഉപയോഗിക്കുന്നത്, ഇത്രയും കമാൻഡ്സിന് വേണ്ടിയുള്ള ന്യൂമോണിക്സ് അവിടെ തയ്യാറാക്കേണ്ടി വരും. അപ്പോൾ വളരെ ചുരുങ്ങിയ അർത്ഥപൂർണമായ ന്യൂമോണിക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഉപയോഗിക്കുന്ന യൂസർക്ക് എളുപ്പമായിരിക്കും. പിന്നെ വളരെ ചുരുക്കരൂപം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇപ്പം നമ്മൾ കോപ്പി എന്നുള്ളതിന് C എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഓർമ്മ വയ്ക്കാനും എളുപ്പമാണ്, വളരെ ഷോർട്ടുമാണ്.
ഇനി സി വെച്ചിട്ടുള്ള അടുത്തൊരു കമാൻഡ് വരികയാണെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ലെറ്റർ അതിനു വേണ്ടി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ കട്ട് എന്ന് വരികയാണ്. സി ഓൾറെഡി ഉപയോഗിച്ചിട്ടുണ്ട് കോപ്പിക്ക് വേണ്ടി. അപ്പോൾ കട്ടിന് വേണ്ടി നമ്മൾ വേറൊരു ലെറ്റർ ഉപയോഗിക്കുന്നു. ഇപ്പോൾ വേർഡിനകത്തൊക്കെ എക്സ് ഉപയോഗിക്കാറുണ്ടല്ലോ അതുപോലെ. അപ്പോൾ സോഫ്റ്റ്വെയറിനകത്ത് എത്ര കമാൻഡ്സ് വേണം, ആ കമാൻഡ്സിനൊക്കെ വേണ്ടിയുള്ള ന്യൂമോണിക്സ് ചുരുക്കി നമ്മൾ റെഡിയാക്കണം. ഇനി ചില സി എൽ ഐ ബേസ്ഡ് ഇൻ്റർഫേസിനകത്ത് ഡിസൈനർക്ക് വേണമെങ്കിൽ യൂസേഴ്സിന് അവരുടേതായ കമാൻഡുകൾ ഉണ്ടാക്കാനുള്ളൊരു പ്രിഫറൻസ് കൊടുക്കാൻ കഴിയും. അത് വളരെ ആകർഷകമായിട്ടുള്ളൊരു ഫീച്ചറാണ്. അതായത് ഉപയോഗിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസർ ഇൻ്റർഫേസ് സെറ്റ് ചെയ്യാൻ കഴിയും. നിങ്ങളൊരു പക്ഷേ ഗെയിമുകളെല്ലാം ഉപയോഗിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും, നമുക്ക് നമ്മുടേതായ കീസ് അവിടെ ഉപയോഗിക്കാൻ കഴിയും. അതാണ് കൊടുക്കാവുന്ന ഒരു ഫീച്ചർ. അപ്പോൾ അത് കൊടുക്കുകയാണെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കമാൻഡ്സ് പോലും യൂസറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ റീഡിഫൈൻ ചെയ്യാൻ കഴിയും. ഒരിക്കലുള്ള കമാൻഡിനെ റീഡിഫൈൻ ചെയ്തുകൊണ്ട് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു പ്രിഫറൻസ് അവിടെ കൊടുക്കാൻ കഴിയും. അപ്പോൾ കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇത് കൊടുക്കുന്നത്. കോംപ്ലക്സ് കമാൻഡ്സും അവർക്കാണ് സ്യൂട്ടബിൾ. കൂടാതെ ഇതിൻ്റെ ഒരു സിൻടാക്സ്, CLIയുടെ ഒരു സിൻടാക്സും സെമാൻറ്റിക്സ് എല്ലാം വളരെ വ്യക്തമായിട്ട് അറിയുന്നവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ കൂടുതൽ കമാൻഡ്സ് കമ്പൈൻ ചെയ്യാനും അതുപോലെ സിസ്റ്റത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ മാത്രം നമ്മൾ കോമൺ കമാൻഡ് ലാംഗ്വേജ് ബേസ്ഡ് ഇൻ്റർഫേസ് കൊടുക്കുക. ഇൻഎക്സ്പീരിയൻസ് അല്ലെങ്കിൽ അധികം പരിചയമില്ലാത്ത യൂസേഴ്സ് ആണെങ്കിൽ നമ്മളത് പരമാവധി ഒഴിവാക്കേണ്ടതാണ്. അടുത്ത ടൈപ്പ് മെനു ബേസ്ഡ് ഇൻ്റർഫേസ് ആണ്. മെനു ബേസ്ഡ് ഇൻ്റർഫേസിൻ്റെ ഏറ്റവും മികച്ച അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ആകർഷണമായിട്ടുള്ള കാര്യം, അവിടെ യൂസർക്ക് കമാൻഡുമായിട്ടുള്ള സിൻടാക്സ് ഓർമ്മിച്ചു വെക്കേണ്ട കാര്യം ഇല്ല. കമാൻഡ് നെയിം ഓർത്തു വെക്കേണ്ട കാര്യവുമില്ല. ഇപ്പോൾ സിൻടാക്സ് വേണ്ട, നെയിം അറിയേണ്ട, ടൈപ്പിംഗ് വേണ്ടി വരുന്നില്ല. കാരണം സ്ക്രീനിൽ തന്നെ എല്ലാം ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, ടൈപ്പിംഗ് വേണ്ടി വരുന്നില്ല. നമുക്ക് മൗസ് പോലുള്ള ഒരു പോയിൻറ്റിംഗ് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് മെനുവിൽ ക്ലിക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ സാധാരണ മെനു നിങ്ങളെല്ലാം കണ്ടിരിക്കും. ഇപ്പോൾ നമ്മളോട് സ്ക്രീനിൽ കാണിക്കുന്നത് ഫയൽ, എഡിറ്റ്, വ്യൂ, ടൂൾസ്, ഹെൽപ്പ് 5 മെനു ഉണ്ട്. സബ് മെനു താഴെ കാണാവുന്നതാണ്. അതിനകത്ത് തന്നെ ഹോട്ട് കീസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ വീണ്ടും മെനൂസ് ചിലപ്പോൾ ഉണ്ടാകും. അപ്പോൾ മെനു ഉണ്ടാക്കുകയാണെങ്കിൽ ഈ രീതിയിലുള്ളൊരു ഡിസൈനാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഏതൊക്കെ മെനു വേണമെന്ന് തീരുമാനിക്കുക. ഇപ്പോൾ ഈ ചിത്രത്തിൽ 5 മെനു ആണുള്ളത്. ഫയൽ, എഡിറ്റ്, വ്യൂ, ടൂൾസ്, ഹെൽപ്പ്. ഫയൽ എന്ന മെനുവിനകത്ത് വീണ്ടും 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ന്യൂ, ഓപ്പൺ, സേവ്, സേവ് ആസ്, അതൊരു സെറ്റാണ്. ആദ്യത്തെ ഫയലിനകത്തുള്ള ആദ്യത്തെ സെറ്റ്. രണ്ടാമത്തെ സെറ്റിനകത്ത് 2 ഉണ്ട്. പേജ് സെറ്റപ്പ്, പ്രിൻ്റ്. മൂന്നാമത്തെ സെറ്റ് എക്സിറ്റ്. 4, 2, 1 എന്നിങ്ങനെ സബ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് സബ് മെനു വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് അടുത്ത മെനു കാണാവുന്നതാണ്. ഇവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ മെനുവിൽ തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്ത് സബ് മെനു ബേസ്ഡ് ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ ഓരോ കാറ്റഗറിയിലും ഓരോ കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചു വയ്ക്കണം. ഇങ്ങനെയുള്ള അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചിലപ്പോൾ നമ്മളൊരു 100 കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 100 കാര്യങ്ങളെ, 100 ആക്ടിവിറ്റിയെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. സബ്സെറ്റാക്കി പല സെറ്റുകളാക്കണം. ഈ സെറ്റിനെല്ലാം വീണ്ടും ഇതുപോലെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 100 ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമ്മളതിനെ ഒരു സ്ക്രീനിൽ കൊള്ളാവുന്ന രീതിയിലുള്ള മെനൂസായിട്ട് ഡിവൈഡ് ചെയ്ത് അതിനകത്തുള്ള ആക്ടിവിറ്റീസിനെ ലിസ്റ്റ് ചെയ്യുന്നു.
അങ്ങനെ നല്ലൊരു ഡിസൈൻ ആണെങ്കിൽ യൂസർക്ക് ഈ 100 ആക്ടിവിറ്റിയും വളരെ എളുപ്പത്തിൽ മെനു ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ ഒരു മെനുവിൽ ഉൾക്കൊള്ളിക്കേണ്ട കാര്യം ആ യൂസറിൻ്റെ മെനു ഡിസൈൻ ചെയ്യുന്ന ആളാണ് തീരുമാനിക്കുന്നത്. ഓരോ സ്ക്രീനിനകത്തും ആ മാനേജ് ചെയ്യാവുന്ന ഇൻഫർമേഷനാണ് ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ ഇത് സ്ട്രക്ചർ ചെയ്യാനായിട്ട് വീണ്ടും കുറേ ആപ്ലിക്കേഷൻസ് എല്ലാം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കുറേയധികം മെനു ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ യൂസർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇത് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. മെനുവിനകത്ത് തന്നെ വീണ്ടും ലിസ്റ്റുകൾ ഡിസ്പ്ലേ ചെയ്യാനായി കൂടുതൽ പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. സ്ക്രോളിംഗ് മെനു എന്നൊരു ടേമുണ്ട്. ഇപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരു ഫോണ്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ 300-400 ഫോണ്ട് അവൈലബിൾ ആണ്. അതിൽ കൂടുതൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു സ്ക്രോളിംഗ് മെനു ഉപയോഗിച്ചുകൊണ്ട് മൊത്തം ഒറ്റ സ്ക്രീനിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യാൻ കഴിയും. അപ്പോൾ യൂസറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ ഡാറ്റ ഉൾക്കൊള്ളിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കുറേയധികം ഐഡിയാസ് മെനുവിനകത്തു തന്നെ ഉണ്ട്. അപ്പോൾ ഒരു സ്ക്രീനിൽ തന്നെ നമുക്ക് ആയിരക്കണക്കിന് ചോയ്സസ് ഉൾപ്പെടുത്താനായിട്ട് മെനുവിനകത്ത് കഴിയുന്നു. സ്ക്രോളിംഗ് മെനു നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഇപ്പോൾ നമ്മൾ ഫോണ്ട് സെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് സെറ്റ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് വേർഡിനകത്ത് ഉപയോഗിക്കാവുന്ന ഏറ്റവും എളുപ്പം രീതിയാണ് സ്ക്രോളിംഗ് മെനു. പിന്നീട് ഒരു ആശയം ഉപയോഗിക്കുന്നത് വാക്കിംഗ് മെനു ആണ്. വാക്കിംഗ് മെനു എന്ന് പറഞ്ഞാൽ കൂടുതൽ ഡാറ്റ ഐറ്റം അല്ലെങ്കിൽ കൂടുതൽ മെനു ഐറ്റത്തെ കൺട്രോൾ ചെയ്ത് വീണ്ടും ഡിവൈഡ് ചെയ്ത് വേറൊരു സബ് മെനു ആക്കുന്നതിനാണ് വാക്കിംഗ് മെനു എന്നുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാം, ഒരു മെനു അവിടെ ഉണ്ട്. ഇൻസേർട്ട് എന്നൊരു മെനു ഉണ്ട്. ആ മെനുവിനകത്ത് തന്നെ ക്വിക്ക് പാർട്സ് എന്നൊരു ഭാഗം കാണിച്ചിട്ടുണ്ട്. അതിനകത്താണ് അടുത്തൊരു ഭാഗം കാണിച്ചിട്ടുള്ളത്. ഓട്ടോ ടെക്സ്റ്റ്, ഡോക്യുമെന്റ് പ്രോപ്പർട്ടി, ഇങ്ങനെ അടുത്ത ഭാഗം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മെനുവിൽ തന്നെ അടുത്തൊരു പോർഷൻ. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു ഓപ്ഷനെയാണ് നമ്മൾ വാക്കിംഗ് മെനു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് ഹയറാർക്കിയൽ മെനു എന്നൊരു വിഭാഗം കൂടിയുണ്ട്. ഇതിനകത്ത് ഒരു മെനുവിനകത്തു തന്നെ നമുക്ക് ട്രീ സ്ട്രക്ചർ പോലെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു ഐറ്റം, മെനു ഐറ്റം കാണിക്കുന്നു. അപ്പോൾ അതിനെ ഒരു ട്രീ പോലെ, സബ് മെനുവിന് പകരം ഒരു ട്രീ പോലെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇപ്പോൾ കുറേയധികം സബ് മെനുവിനെ നമുക്ക് ഇങ്ങനെ ട്രീ സ്ട്രക്ചർ പോലെ കാണിക്കാൻ കഴിയും. അപ്പോൾ ട്രീ സ്ട്രക്ചർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നമ്പർ ഓഫ് ഐറ്റംസ് അവിടെ കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ രണ്ട് സ്റ്റൈലിലുണ്ട്. ഒന്ന് കൊളാപ്സിങ് സ്റ്റൈലും മറ്റേത് എക്സ്പാൻഡഡ് സ്റ്റൈലും. എന്നാൽ ഇത് കൂടുതൽ ചോയ്സസ് ഉണ്ടെങ്കിൽ നമുക്കിത് മുഴുവനും സ്ക്രീനിനകത്ത് ഡിസ്പ്ലേ ചെയ്യാൻ കഴിയില്ല, സ്ക്രോളിംഗ് മെനുവിലെ പോലെ. അപ്പോൾ അത് വേണ്ട സാഹചര്യങ്ങളിൽ നമുക്ക് ഒരു ഹയറാർക്കിയൽ മെനു ഉപയോഗിക്കാവുന്നതാണ്. വാക്കിംഗ് മെനു പോലെ തന്നെയാണ് വരുന്നത് ഇത്. അപ്പോൾ അത് ഹയറാർക്കിയൽ മെനു പ്രാക്ടിക്കൽ ആകുന്ന സ്ഥലത്ത് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ മെനുസ് എല്ലാം വരുന്നത് നമ്മൾ ആ ഒരു സാഹചര്യം നോക്കണം. ആ സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മൾ മെനു ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ടൈറ്റിൽ, സ്ക്രീനിനകത്ത് ടൈറ്റിൽ കാണിക്കുന്നുണ്ട്, ടൈറ്റിൽ 1. അതിൻ്റെ അതേ ലെവലിലാണ് ടൈറ്റിൽ 2 വരുന്നത്. അതിൻ്റെ ട്രീ സ്ട്രക്ചറിനകത്ത് അടുത്ത് വരുന്നത് ടൈറ്റിൽ 1.1. അതിൻ്റെ അടുത്ത ട്രീ സ്ട്രക്ചറാണ്
ടൈറ്റിൽ 1.1.1 ടൈറ്റിൽ 1.1.2. ഇപ്പം ഇങ്ങനെ 3 ട്രീ ലെവലായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ സോഫ്റ്റ്വെയറിനകത്ത് യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്യാവുന്നതാണ്. സാധാരണ ബുക്കിൻ്റെ എല്ലാം ചാപ്റ്റേഴ്സ് ഇങ്ങനെ ആണ് സാധാരണ ഡിസ്പ്ലേ ചെയ്യാറുള്ളത്. അവസാന വിഭാഗമാണ് ഡയറക്റ്റ് മാനിപ്പുലേഷൻ ഇൻ്റർഫേസ് അല്ലെങ്കിൽ ഐക്കോണിക് ഇൻ്റർഫേസ്. ഇതിനകത്ത് ഐക്കോൺസ് കാണാൻ കഴിയും. ഐക്കോൺസ് വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ആയതുകൊണ്ട് അത് കാണാനും യൂസർക്ക് എളുപ്പം അത് തിരിച്ചറിയാനും ആക്ഷൻസ് വളരെ എളുപ്പത്തിൽ ചെയ്യാനും ഇത് മൂലം കഴിയുന്നു. അപ്പോൾ സാധാരണ അത്ര എക്സ്പീരിയൻസ് അല്ലാത്ത യൂസേഴ്സിന് ഇത് വളരെ സഹായകരമാണ്. കാരണം അവർക്ക് എളുപ്പത്തിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഐക്കൺസ് നോക്കി തന്നെ തിരിച്ചറിയാനും ക്ലിക്ക് ചെയ്യാനും ആക്ഷൻസ് ചെയ്യാനും കഴിയുന്നു. അതേസമയം എക്സ്പീരിയൻസ് യൂസേഴ്സിനെ സംബന്ധിച്ച് ഇത് വളരെ ഒരു ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. കാരണം അവർ വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന കമാൻഡ് ലൈൻ വഴി വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന കാര്യം ചിലപ്പോൾ ഐക്കോൺ ഇൻ്റർഫേസ് ഉപയോഗിച്ചുകൊണ്ട് കുറേയധികം ബുദ്ധിമുട്ടിയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ സാഹചര്യം നോക്കി നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയാവുന്നത്, നമുക്കിപ്പോൾ കുറേയധികം ഫയൽസ് ഡിലീറ്റ് ചെയ്യണം. സാധാരണ നമുക്കറിയാം അത് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒറ്റ കമാൻഡ് മതി, ഡിലീറ്റ് *.* ഈ ഒറ്റ കമാൻഡ് കൊണ്ട് ആ ലൈനിലുള്ള ആ ഒരു സ്ഥലത്തുള്ള എല്ലാ ഫയൽസിനെയും ഡയറക്ടറീസിനെയും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയും ഒറ്റ കമാൻഡ് മൂലം, ഡിലീറ്റ് *.* എന്നാൽ ഇത് ഐക്കോണിക് ഇൻ്റർഫേസിലാണെങ്കിൽ നമ്മൾ അവിടെ പോയി ക്ലിക്ക് ചെയ്യണം, അതിനുശേഷം ഡിലീറ്റ് അടിക്കണം. ചിലപ്പോൾ കുറേയധികം ഫയൽസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ കുറേയധികം ക്ലിക്കുകളും കുറേയധികം ഡിലീറ്റ് ബട്ടണുകളും ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഈ കാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഡയറക്റ്റ് മാനിപ്പുലേഷൻ ഇൻ്റർഫേസിനകത്ത് ചില കാര്യങ്ങൾ കാഴ്ച കൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി ചെയ്യാൻ കഴിയും, എന്നാൽ ചില കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ യൂസേഴ്സിൻ്റെയും സാഹചര്യവും നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കണം ഇത് ഡയറക്റ്റ് മാനിപ്പുലേഷൻ ഇൻ്റർഫേസ് അല്ലെങ്കിൽ ഐക്കോണിക് ഇൻ്റർഫേസ് വേണമോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് 3 തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ കുറേയധികം ടോപ്പിക് ഇതിനകത്ത് വരുന്നുണ്ട്. കമാൻഡ് ലാംഗ്വേജ് ബേസ്ഡ് ഇൻ്റർഫേസ്, മെനു ബേസ്ഡ് ഇൻ്റർഫേസ്, ഡയറക്റ്റ് മാനിപ്പുലേഷൻ ഇൻ്റർഫേസ്. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് തീരുമാനിക്കാം ഇതിലേത് യൂസർ ഇൻ്റർഫേസ് നമുക്ക് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ തന്നെ ഇതിന് പാർഷ്യലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. കുറച്ച് ഭാഗങ്ങൾ കമാൻഡ് ലാംഗ്വേജ് വഴിയും മറ്റുള്ളത് മെനു ഡയറക്റ്റ് മാനിപ്പുലേഷൻ ഇൻ്റർഫേസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ചെയ്യുന്ന ഡിസൈനറാണ് തീരുമാനിക്കേണ്ടത് ഏത് യൂസർ ഇൻ്റർഫേസാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്.